ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അനുശ്രീ എന്നാണ്. മാരീഡാണ്. ഹസ്ബൻഡിൻ്റെ പേര് പ്രദീപ്. പിന്നെ ഞങ്ങൾക്ക് ഒരു മോളാണുള്ളത്. മോളുടെ പേര് ആദ്യ. മോൾക്കിപ്പോൾ 2 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കുറച്ച് ഷോർട്സാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് കുറച്ച് ലോങ് വീഡിയോസും കൂടി ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഷോപ്പുണ്ട്. ഒരു സ്റ്റേഷനറിയോ ഫാൻസിയോ അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഷോപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ദേ തക്കടുമാണ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ദേ കോലുമിഠായി വന്നുകൊണ്ടിരിക്കുകയാണ്. കടയിലേക്ക് വന്നേക്കുന്ന പുതിയ സ്റ്റോക്കിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് ആശാത്തി കഴിക്കുന്നത്. തക്കട് കുഞ്ഞ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേടാ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രൻസ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഷെൽഫിൽ നമ്മൾ കുറച്ച് ടോയ്സാണ് വച്ചേക്കുന്നത്. ടെഡി ബിയറും വണ്ടികളും അങ്ങനെയുള്ള ടോയ്സൊക്കെയാണ് വച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷെൽഫിലായിട്ട് മേളിൽ കുറച്ച് ടെഡി ബിയേഴ്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസാണ് നമ്മൾ ആ ഷെൽഫിൽ താഴെ വരെ ഫില്ല് ചെയ്ത് വച്ചേക്കുന്നത്. അതിനകത്ത് എല്ലാ ടൈപ്പ് കോസ്മെറ്റിക്സ് ഐറ്റംസും ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ അവിടെ തന്നെ ഒരു പൈപ്പ് അടിച്ചിട്ട് കുറച്ച് ഫാൻസി സാധനങ്ങൾ, അതായത് ചെയിന്, ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ കുഞ്ഞു മക്കളുടെ ക്ലിപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ താഴത്തെ ഷെൽഫിലിരിക്കണ ബാംഗിൾസ്, കുഞ്ഞി ക്ലിപ്പുകൾ, പിന്നെ ഗ്യാരൻറ്റി വളകൾ, വാച്ചസ്, റിങ്സ്, പിന്നെ അതിൻ്റെ മേളിലൊരു ഷെൽഫിൽ കുറച്ച് കമ്മലുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അടുത്ത ഷെൽഫിൽ കുറച്ച് നെയിൽ പോളിഷ്, പിന്നെ ഫൗണ്ടേഷൻ, അങ്ങനെ വരുന്ന കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസാണ് പിന്നെ നമ്മൾ വച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകിലത്തെ ഷെൽഫിലായിട്ട് നമ്മൾ ഓഫീസ് സ്റ്റേഷനറി, അതുപോലെ തന്നെ സ്കൂൾ ഐറ്റംസ്, അതൊക്കെയാണ് ആ ഷെൽഫിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് റൂമാണ്. നമ്മുടെ സെക്കൻഡ് റൂമിലേക്ക് വന്നു കഴിയുമ്പം ഫസ്റ്റത്തെ ഷെൽഫിലിരിക്കുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മിറർ, ഹാങ്ങർ, അടിച്ചുവാരി, അതുപോലെ തന്നെ സോപ്പ് ബോക്സ്, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലോത്ത് ക്ലിപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റീലിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്കായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയ ടൈപ്പ് കുറച്ച് പാത്രങ്ങൾ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തായിട്ടിരിക്കുന്ന വാട്ടർ ബോട്ടിൽ, ഇപ്പം നമ്മൾ സ്കൂൾ ഓപ്പണിംഗ് ടൈം ആയപ്പോൾ വാട്ടർ ബോട്ടിലുകൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ടിന്നുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ബോക്സുകളില്ലേ, നമുക്കിങ്ങനെ സ്ക്വയർ ബോക്സായിട്ട് വരുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ക്ലോക്കുകൾ, ബക്കറ്റ്, അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ്. അടുത്ത ഷെൽഫിലിരിക്കുന്നത് നമുക്ക് കപ്പ് സെറ്റുണ്ട്, കുക്കറുകൾ, കെറ്റിൽ, കാസറോള്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് അലൂമിനിയത്തിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഷെൽഫിലിരിക്കുന്ന കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ ലാസ്റ്റ് ഷെൽഫിൽ നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ്, പേസ്റ്റ്, അങ്ങനെയുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ലോഷൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ലാസ്റ്റ് ഷെൽഫിലായിട്ട് വെച്ചേക്കുന്നത്. ഷോപ്പെന്ന് പറഞ്ഞപ്പം ഒത്തിരി വലിയ ഷോപ്പ് എല്ലാവരും പ്രതീക്ഷിച്ചോ എന്നറിയില്ല. എൻ്റെ ഒരു ചെറിയ ഷോപ്പാണ്. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ തുടങ്ങിയതാണ്. ഇപ്പം ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും, പുതിയതായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.